വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരൊറ്റ കോഴിമുട്ട ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടീ കേക്ക് കൂടിയാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അക്കാര്യം ആരും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ്. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരിപ്പയിലൂടെ ഇടഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറ് എടുത്തിട്ട് പൾസ് മോഡിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പൾസ് മോഡിൽ 2-3 തവണ ഒന്ന് തിരിച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം ഇട്ട് കറക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് നല്ല ഹാർഡായി പോവും. അപ്പം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ 2-3 തവണ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാവ് ആയിട്ട് കിട്ടും. ഇനി ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണ്. ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഓവണോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട. ഞാൻ അടുപ്പത്ത് പഴയ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ 20 മുതൽ 75 അടച്ചു വെച്ച ശേഷം ചെറിയ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ഇത് വേവിച്ചിട്ടെടുക്കാം. അത്രേ ടൈം എടുക്കുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. ബേക്ക് ആയി കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് എടുത്ത് വെക്കാം. ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സൈഡിലൂടെ ഒന്ന് ഒടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്ക് പാത്രത്തിന് പുറത്തേക്ക് എടുക്കുക. ഇത് നിങ്ങൾക്ക് ചായയുടെ ഒപ്പം ടീ കേക്ക് ആയിട്ട് കഴിക്കാം. അതല്ല നിങ്ങൾക്ക് ഐസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എന്തായാലും നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഒരൊറ്റ മുട്ട കൊണ്ട് ഉണ്ടാക്കിയ കേക്കാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയോ? അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കുക. ട്രൈ നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.